Assalamualaikum. Welcome to my channel Tin for Media. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലഡു. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ലഡു ആണ്. അപ്പോൾ നമ്മൾ സാധാ ലഡുവിലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു സ്പെഷ്യൽ ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹെൽത്തി ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്നല്ലേ, മുരിങ്ങയില ലഡു. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ ലഡു ഉണ്ടാക്കാൻ വേണ്ട പോലെ തന്നെ ഒരു കപ്പ്, ഞാനിപ്പോൾ ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് മെൽറ്റ് അതിന് അത്രയും തന്നെ ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കാനും വേണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് കപ്പ് ഷുഗർ പൊടിച്ചെടുക്കാനും വേണം കേട്ടോ. ഞാനിപ്പോൾ അത് എടുത്ത് വെച്ചിട്ടില്ല, ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് കടലമാവ് വേണം. എന്നിട്ട് കടലമാവ് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ട കളറും വേണം. ഞാനിവിടെ റെഡ് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ളു ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കളർ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ യെല്ലോ കളർ അല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾ പൊടി ആണെങ്കിലും ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് റെഡ് കളർ ആഡ് ചെയ്തതാണ്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, കട്ട ഉണ്ടാവാണ്ട് തരിയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് കറക്കി എടുക്കാം കേട്ടോ, വേഗം എളുപ്പമായിട്ട് മിക്സായി കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്ക് അടുപ്പിൽ ഒഴിച്ച് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ബൂന്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതാണ് വേണ്ടത്. അപ്പം ഞാൻ അതിന് ചെയ്തേക്കുന്നത് പേപ്പർ കപ്പിൽ ഹോൾട്ട് എടുത്തേക്കാണ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ തവി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഹോള് അടുപ്പിച്ചടുപ്പിച്ചായതാണ് ചിലപ്പോൾ അതിലേക്ക് വീഴുന്നത്, ഇങ്ങനെ ഒട്ടിയായിരിക്കും വീഴുക. അപ്പോഴത്തേക്കും അതിങ്ങനെ നന്നായിട്ട് എണ്ണ കുടിക്കും, കറക്റ്റ് ചിലപ്പോൾ ശരിയായി കിട്ടില്ല. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള അളവിൽ നമുക്ക് ഹോളിട്ടെടുക്കാം. കുറച്ച് ഡിസ്റ്റൻസിൽ ഇടുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയേക്കാൾ ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത് അതിലാണ്. വെളിച്ചെണ്ണയ്ക്ക് ഒരു ചെറിയ നമുക്ക് മട്ടിക്കൂലേ, അതേപോലത്തെ ടേസ്റ്റ് വരും. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഒഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അനക്കി കൊടുക്കണം പയ്യെ. അപ്പോഴത്തേക്ക് ബൂന്തി അങ്ങനെ തന്നെ അങ്ങോട്ട് പൊങ്ങി വരും. കണ്ടോ, അങ്ങനെയാണ് ചെയ്യാം. കണ്ടോ, അതപ്പോൾ തന്നെ നമുക്ക് വരും. അത് ഒത്തിരി ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട, ഒത്തിരി ഇങ്ങനെ ക്രിസ്പായിട്ടൊന്നും വരണ്ട, വേഗം ശരിയായി കിട്ടും നമുക്കിത്. ഇത് നമുക്കിപ്പോൾ തന്നെ ഒന്ന് കോരിയെടുക്കാം. ഒന്ന് ആ ഒരു കളറ് ഇതായാൽ മതി, നമുക്കിത് കോരിയെടുക്കാം. ഇത് തീരെ ലോവിലും ഇടരുത്, ഹൈയിലും ഇടരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് എണ്ണ കുടിക്കും. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാം. എക്സസ് ആയിട്ടുള്ള ഓയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കങ്ങനെ ബൂന്തി മൊത്തം പൊരിച്ചെടുക്കാം. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഷുഗർ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിത് ബൂന്തി നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്തപ്പോഴത്തേക്കും കുറച്ച് നമുക്കിത് വലുതായിട്ടും കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് നമുക്ക് പ്രശ്നമില്ല, നമുക്ക് കുറച്ച് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ചെറുതുള്ളത് നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം, വലുത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഷുഗർ സിറപ്പാവാൻ വെച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് കറക്റ്റായിട്ടുണ്ട് കണ്ടോ. ഈ പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിനകത്തേക്ക് നമുക്ക്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഞാനൊരു 8 ഏലക്കയും 4 കറിയാമ്പും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബൂന്തി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ക്രഷ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതും കൂടി ഇട്ടിട്ട് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ തീയിൽ ഓഫ് ചെയ്തിട്ടില്ല, അതിലേക്ക് തന്നെയാണ് ഞാൻ ഈ ബൂന്തി ഇട്ട് കൊടുത്തത്. ഇത് കണ്ടോ, നമുക്കിത് ഇങ്ങനെ കുറച്ച് എക്സസ് ആയിട്ട് കിടക്കണം. നമ്മളത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കിടക്കണം. നമ്മൾ 1 കപ്പ് ഷുഗറാണ് എടുക്കണമെങ്കിൽ 1 കപ്പ് തന്നെ വെള്ളവും എടുക്കണം. അതാണ് അതിൻ്റെ പാകം കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് അളവ് അതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്കിത് ഇങ്ങനെ കുറച്ച് ഇതുണ്ടാവും. ഇനി നമുക്ക് ബൂന്തി അതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മളുടെ മുരിങ്ങയില കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെറുതെ കുഞ്ഞതാക്കൂലേ, അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കഴിക്കൊന്നുമില്ല, വേറെ വേവോ ഒന്നും ചെയ്യേണ്ട, ചീത്തായി പോകത്തുമില്ല. ഒരാഴ്ചയൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ചീത്താവാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇത് കണ്ടത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുരിങ്ങയിലയായിട്ട് അങ്ങനെ കിടക്കത്തൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത പോലെ തന്നെ കിടക്കുള്ളൂ. ഇതേ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് കണ്ടോ എക്സസ് ആയിട്ട് കുറച്ച് ഇതുപോലെ ഷുഗർ സിറപ്പ് ഇതിൽ വരണം. ആ രീതിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്ത് നിർത്തേണ്ടത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും ഇത് നല്ല ഡ്രൈ ആയിട്ട് വരും. എന്നാലേ നമുക്ക് ഉരുളയാക്കി ഇങ്ങനെ എടുക്കാനും പറ്റുള്ളൂ, ലഡുവിൻ്റെ ഷേപ്പിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് 5 മിനിറ്റ് വയ്ക്കാം. ഇതേപ്പോൾ നമ്മുടെ ലഡു നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നോക്കിക്കേ കുറച്ചൊരു ഇങ്ങനെ വെള്ളം പോലെയുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ കുറച്ച് പൗഡേർഡ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ സാധാരണ മൊത്തം ആയിരുന്നു ഷുഗർ എടുത്ത് നമ്മൾ ആദ്യമേ മൊത്തം ഷുഗർ എടുക്കേണ്ട, ലാസ്റ്റ് നോക്കിയിട്ട് എടുത്താൽ മതി ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ബോളാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഞാനതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉണക്കമുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാഷ്യോ ബദാമോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല സൂപ്പറായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള നല്ല ഹെൽത്തി ലഡു ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസിയാണിത്. അപ്പോൾ നമ്മുടെ ലഡു നല്ല സ്റ്റൈലായിട്ട് കിട്ടിയിട്ടുണ്ട്. മുരിങ്ങയില ലഡു ആണ്. മുരിങ്ങയില കുട്ടികളൊക്കെ കഴിപ്പിക്കാൻ വലിയ പാടായിരിക്കും അല്ലേ? കുട്ടികൾക്ക് എന്നാൽ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാവും, അവർ കഴിക്കുകയും ചെയ്യും. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റിൽ പറയണം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. ലഡു ഇഷ്ടമായോ?